നമസ്കാരം. നമസ്കാരം. അതായത് കേരളത്തിൽ ആദ്യമായിട്ട് വീണ ജോർജിന്റെ പരിക്ക് കള്ളത്തരമാണെന്നും അവർ ഹോസ്പിറ്റലാക്കിയതെല്ലാം നാടകമാണെന്നും ആദ്യമേ വിളിച്ചു പറഞ്ഞ ക്രൈമാണ്. വിളിച്ച് പറഞ്ഞത് മാത്രമല്ല, ആ വീഡിയോ നമ്മൾ പുറത്തു വിളിച്ചത്. ആ വീഡിയോ ആണ് കത്തിപ്പടർന്ന് പിന്നെ മറ്റുള്ളവർക്ക് പ്രചോദനമായത്, പറയാൻ ധൈര്യം വന്നത്. ആദ്യം എല്ലാവർക്കും പേടിയായിരുന്നു. ഇത് വീണ ജോർജിന് പരിക്ക് പറ്റിയോ എന്നുള്ളതായിരുന്നു എല്ലാവരും ചിന്തിച്ചിരുന്നത്. എന്നാൽ പരിക്ക് പറ്റിയിട്ടില്ല എന്നും അവര് കള്ളം പറയുകയാണെന്നും ഇത് പ്ലാൻഡായ ഗൂഢാലോചനയാണെന്നും അതിൽ ഷംസീറും പിണറായിയും അതേപോലെ വീണ ജോർജും കൂടെ ഉണ്ടാക്കിയ ഒരു പ്ലാനാണ് എന്ന് പറയുന്ന തെളിവാണ് നമ്മൾ. ഞാനൊരു ചോദ്യചിഹ്നം ചേർക്കും. വീണ ജോർജും കൂടെ ഉണ്ടാക്കിയതാണോ വീണ ജോർജിനെ പെടുത്തുകയാണോ എന്നുള്ളതിനും കൂടെ ആലോചിക്കേണ്ടി വരും. 100% വീണ ജോർജിനെ ഇതിനകത്ത് പെടുത്തിയതാണെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവര് ആ ആദ്യ രംഗം മുതൽ നമ്മൾക്ക് വന്ന ആ വീഡിയോന്റെ ഭാഗം കൂടെ നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട്. അതിൽ ആദ്യം അവർ കയറി വന്ന് അകത്തേക്ക് കയറുമ്പോഴേക്ക് തന്നെ കൈശുക്കാർ ചാടി വീഴുമ്പോൾ പോലീസുകാർ അതേപോലെ അവരെ തടഞ്ഞു നിർത്തി. അവരെ പരിപാടി കഴിഞ്ഞു പോയി. 3 മിനിറ്റേ ഉള്ളൂ. അവർ പോയ ശേഷം എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം വീണ ജോർജ് ആക്രോശിക്കുന്നു. അവരോട് കൊണ്ട് വരാൻ പറയൂ, എന്നാ നേരിടുമെന്ന് പറഞ്ഞിട്ട് അവര് ആക്രോശിച്ചു. വീണ്ടും അവര് ഒന്നും കൂടെ അത് കാണിച്ചു. ഇവര് പോയി എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് അങ്ങോട്ട് വരാൻ പറയൂ, എന്നെ നേരിട്ട് വരെ കാണാൻ പറഞ്ഞു, ഏറ്റുമുട്ടാന്നുള്ളത്. അവര് പോയിട്ട് ഇത്ര നേരമായി. അതിനുശേഷം അവര് അവിടെ പുഞ്ചിരിക്കുന്നുണ്ട്. പിന്നെ അവര് ഇത് കയറി പിന്നെ ഇറങ്ങി ഷംസീറിന്റെ അടുത്തുനിന്ന് ഒരു കൂളായിട്ട് നടന്നു പോകുന്ന, അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് നടന്നു പോകുന്നത്. അവിടെ അവര് കഴിഞ്ഞു, അഹങ്കാരം എല്ലാം കഴിഞ്ഞു. പിന്നെ അവിടെ എത്തിയപ്പോഴാണ് ഷംസീറിന്റെ അടുത്ത് എത്തുമ്പോഴാണ് ഇത് CM-ന്റെ ഫോൺ ഉണ്ട് എന്നാണ് കൊടുക്കുന്നത്. ആ കൊടുക്കുമ്പോൾ പത്രക്കാർ പിന്നിലുണ്ട്. അതാണ് അവർക്ക് അബദ്ധമായത്. കൊടുക്കുമ്പം പറയുന്നത് തന്നെ ഇങ്ങനെ ബോധം കെട്ട് വീണോ, ഇങ്ങനെ പരിക്ക് പറ്റി എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ എന്താ പറ്റിയ CMA എന്ന് വെച്ചിട്ട് CM-നോട് പറയും, എൻ്റെ കഴുത്ത് നടന്നു വരുമ്പോൾ വേദന ഉണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം ആ സമയത്താണ് ഷംസീർ പിണറായി പറഞ്ഞ പ്രകാരം എന്ത് പറയുന്നത്, പരിക്ക് പറ്റിയെന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് നേരെ ഹോസ്പിറ്റലിൽ വിട്ടോന്നാണ് കൊണ്ടുപോകുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിൻ്റെ ഈ CPM-ന്റെ പഴയ ചരിത്രമൊന്നും പാവം ഈ വീണ ജോർജിന് അധികം അറിയില്ല. കണ്ണൂർ CPM-ന്റെ ചരിത്രം. അവർ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന ആൾക്കാരാണ്. ഇവിടെ ഭരണം എല്ലാ തരത്തിലും പരാജയപ്പെട്ട് നാരായണക്കല്ലെടുത്ത് 61% ആളുകൾ ഭരണത്തിനെതിരെ നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്ന സമയത്താണ് വീണ ജോർജിനെ ഉപയോഗിച്ച് ഈ സംഭവം എല്ലാം മറയ്ക്കാമെന്നുള്ള പ്ലാൻ ഉണ്ടാക്കുകയും ഗോവിന്ദൻ എന്താ പറഞ്ഞ കഴുത്ത് ഞെരിച്ചു, കൈ ഞെരിച്ചു, അങ്ങനെ അവരെ എല്ലാം പറയും. അപ്പത്തിന്റെ കഥയൊക്കെ പറയും ആ കൂട്ടത്തിൽ വേണമെങ്കിൽ. അല്ല, അപ്പത്തിന്റെ കഥ പറഞ്ഞിട്ടാണല്ലോ മുമ്പ് വിരിച്ചത് നമ്മളെ കേരളയില്. പിന്നീട് KK രാജേഷിന്റെ പ്രസ്താവന വന്നു, അതിനെതിരെ ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞതോടുകൂടി അവിടെ സഫൈൻ്റെ DYFIന്റെ കുട്ടികൾ ഇറങ്ങി, DCC ഓഫീസൊക്കെ കേരളം മുഴുവൻ കത്തി. നമ്മുടെ VD സതീഷിന്റെ യാത്രകളെ ബോർഡൊക്കെ വലിച്ചു കയറി, അവർ ഓഫീസ് വലിച്ചു കയറി. കേരളത്തിൽ കലാപം സൃഷ്ടിച്ചു. രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യേണ്ടത്, ഈ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യേണ്ടത് വളരെ ഉത്തരവാദിത്തമുള്ള കാര്യമാണ് ഗവൺമെന്റിന്റെ. കാരണം കലാപത്തിന് ആഹ്വാനം ഉണ്ടായി പറഞ്ഞാൽ പോരാ, കലാപം ഉണ്ടായി. 192 BNS 192 രണ്ടുപേരും ജയിലിൽ കിടക്കേണ്ട ആൾക്കാരാണ് തെളിയിക്കുന്ന സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്നപ്പോഴേക്ക് വരെ ജില്ലാ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, മറ്റേതാവുന്നു, വാർത്തയായി. പിന്നെ മുഖ്യമന്ത്രി വരുന്നു. അന്നപ്പോഴേക്ക് വരെ അവിടുന്ന് മാറ്റി പരിയാരം മെഡിക്കൽ കോളേജിൽ മാറ്റി, അവരുടെ സെൻറ്ററിലേക്ക് മാറ്റി. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ എന്താ, ആളെ കൊല്ലാനും പിന്നെ ആത്മഹത്യ കൊന്ന ആൾക്കാരെ ആത്മഹത്യയാക്കാനും കഴിവുള്ള ഡോക്ടർമാരെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ നവീൻ ബാബുവിന്റെ മരണം ആത്മഹത്യയാക്കി മാറ്റിയ ആൾക്കാരാണ് പരിയാരം മെഡിക്കൽ. അത് കൊന്നതാണെന്നത് വളരെ കൃത്യമാണ്. ആ കൊന്ന ആൾക്കാരെ ആത്മഹത്യയാക്കി മാറ്റി. ഓക്കെ, അവിടെയാണ് കൊണ്ടിട്ടത്. പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പ്രകാരം ഒരാളെങ്കിലും രക്തസാക്ഷി ആക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽക്കാൻ പറ്റില്ല. പുഷ്പൻ നേരത്തെ മരിച്ചുപോയി. അതെ, പുഷ്പനൊന്നും പോരാ, നേരത്തെ മരിച്ചുപോയി. എക്സ്പ്ലോസീവ് ആവുന്ന വീണ ജോർജിനെ കൃത്യമായി എൻ്റെ അറിവും വിവരം വെച്ചിട്ട് തട്ടിക്കളയാനുള്ള പരിപാടിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ അറിയുന്നത്. അല്ലല്ല, പോലീസിനെ സംബന്ധിച്ചല്ലോ, ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നു പോലീസിന്റെ FIR പറഞ്ഞു. മുൻകൂട്ടി തന്നെ ആരാന്നുള്ള പ്രശ്നമുള്ളൂ. ആരുടെ നിർദ്ദേശപ്രകാരമാണ് അങ്ങനെ എടുത്തത്? അവർ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു എന്നാണ്. ആയുധം ഉപയോഗിച്ച് എവിടെയാണ് ആയുധം? അപ്പൊ ഞാനൊരു ചെറിയ സംശയം ചെയ്തിട്ട്, ആയുധം കൊണ്ട് ആരെങ്കിലും അവിടെ വരുമെന്നും ഇവരെ അപായപ്പെടുത്തുമെന്നും മുൻകൂട്ടി അറിയാവുന്നവരാരെങ്കിലും ഉണ്ടായിരുന്നു? അപ്പൊ കൃത്യമായിട്ട് അവിടെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ നടക്കാതെ പോയതാണ്.
അതായത് ആരാണ്, ചോദ്യം ഇതാണ്, ഈ വീണ ജോർജ് റെയിൽവേ വഴി ഇത്ര സമയത്തിന് പോകുന്നു എന്നുള്ള കാര്യം KSUക്കാരെ അറിയിച്ച ശക്തി ആരാണ്? അവിടെ വെച്ചിട്ട് അവരെ ആക്രമിക്കാൻ, KSUക്കാരാന്ന് പറഞ്ഞിട്ട് ആക്രമിക്കാനുള്ള ഒരു പദ്ധതി ഇട്ടുണ്ടാവണം. അത് നടന്നില്ല. കാരണം അത് പൊളിഞ്ഞു പോയി എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെങ്കിൽ പോലീസ് എഴുതി ചേർത്ത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് പോലീസ് പറയണം. രണ്ടാമത്തെ കാര്യം, അവർ ആക്രമിച്ചു ഇതായി എന്ന് പറയുന്ന കാര്യം, ഈ ആക്രമിച്ചിട്ടുള്ള ഇത് പ്രകാരം കേസ് എടുത്തിരിക്കുന്നത്. അവർക്കെതിരെ ആക്രമണം അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. 3 സംഭവങ്ങൾ വരുന്നുണ്ട്. ഇവരെ ഓടി ICUയിലേക്കും വെന്റിലേറ്ററിലേക്കൊക്കെ മാറ്റിയതിൻ്റെ കാരണം യാതൊരു കാരണവശാലും പുറത്ത് ആരുമായിട്ട് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യരുത്. ഇവരൊക്കെ അവിടുന്ന് മുതൽ, അതായത് അവര് സ്പീക്കർ ഷംസീർ പറയുന്ന മുതൽ ഇവർ CPM-ന്റെ കസ്റ്റഡിയിലാണ്. മാത്രമല്ല ICUവിൽ എന്ത് നടക്കുന്നു എന്ന് പുറം ലോകം അറിയില്ല. വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ചിട്ട് ഇവരെ കൊന്നിരുന്നെങ്കിൽ അതായിരിക്കില്ല പദ്ധതി. എങ്ങനെയോ ആരോ ഇൻഫർമേഷൻ അവർക്ക് ഹോസ്പിറ്റലിൽ ആരോ കൊടുത്തോട് കൂടിയിട്ടാണ് അവർ ജീവൻ രക്ഷപ്പെട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അതായത് അവരെ അവിടെ വെച്ച് കൊല്ലുകയും അത് വെച്ച് രക്തസാക്ഷിയായി എന്ന് പറഞ്ഞിട്ട് കേരളം മുഴുവൻ കത്തിക്കുകയും അതുവഴി മുമ്പ് രാജീവ് ഗാന്ധിയൊക്കെ മരിക്കുന്ന സമയത്ത്, ഇന്ദിരാഗാന്ധി മരിക്കുന്നത് ഫുൾ സീറ്റ് ആർക്കാണ്? കോൺഗ്രസിനാണ്. അതുവരെ തോറ്റു തൊപ്പിയിട്ട് വരുന്ന കോൺഗ്രസ് ഇന്ത്യയിൽ മുഴുവൻ ഒറ്റയടിക്ക് കയറി. അതിനുശേഷം ആദ്യ തെരഞ്ഞെടുപ്പിൽ നിന്നപ്പോ തോറ്റുപോയി. ആ ഇലക്ഷൻ നടന്നത്, രണ്ടാമത്തെ പാർട്ടിയിലെ ഇലക്ഷൻ നടന്നത് രാജീവ് ഗാന്ധി കംപ്ലീറ്റ് അവർ വിജയിച്ചു. ഇന്ദിരാഗാന്ധി മരിച്ച ശേഷം, രാജീവ് ഗാന്ധി മരിച്ച ശേഷം ഇതേപോലെ ഉണ്ടായിരിക്കുന്നു ഇന്ത്യയിൽ. അതേപോലെ തന്നെയാണ് ഇവിടെ വീണ ജോർജിനെ കൊല്ലാനുള്ള ഗൂഢപദ്ധതി നടന്നിട്ടുണ്ട്. ആ ഗൂഢപദ്ധതിയിൽ നിന്ന് വീണ ജോർജ് രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ് മാത്രം. കാരണം വീണ ജോർജ് CPM-ന് എന്ന് ബാധ്യതയൊന്നുമില്ല. അവരവിടെ നിൽക്കണം എന്നുള്ള വലിയ കാര്യം. പത്തനംതിട്ട നിന്നാൽ തോറ്റുപോകും. പത്തനംതിട്ട നിന്നാൽ എന്തായാലും തോൽക്കും. എനിക്കിപ്പോഴും സംശയം, ആത്മാർത്ഥമായ സംശയമാണ്. നമ്മുടെ സംശയം എന്ന് വേണം മാത്രം കൂട്ടിക്കോ. വീണ ജോർജിന് 2 കാര്യങ്ങളുണ്ട്. പിണറായി വിജയൻ്റെ ശക്തി ക്യാബിനറ്റിലുള്ളത് ഒന്ന് വീണ ജോർജാണ്. ഈ പിണറായി വിജയൻ്റെ ശക്തി ചോർത്താൻ ആഗ്രഹിക്കുന്ന കണ്ണൂർ ലോബിയുണ്ടോ? ഇവർ ഷംസീർ ഉൾപ്പെടെയുള്ളവർ അതിനെതിരാണ്, പിണറായിക്കെതിരാന്ന് വിചാരിച്ചു. തന്നെ സ്പീക്കറാക്കിയ അതിർത്തം തന്നെയായിരുന്നു, മന്ത്രിയാക്കാതെ സ്പീക്കറാക്കിയ അതിർത്തം തന്നെയായിരുന്നു. അപ്പോൾ വീണ ജോർജ് ഇയാളിങ്ങരുടെ ഒരു വലിയ ശക്തിയാണ്. ഇനി അടുത്ത പ്രാവശ്യം വീണ ജോർജിനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ച് കൊണ്ടുവരാൻ, നിയമസഭയിൽ എത്തിക്കാൻ, ജയിക്കുമെന്നാണ് പിണറായി വിജയൻ വിചാരിക്കുന്നത്. മൊത്തം ജയിച്ചാൽ അവിടെ വീണ്ടും മന്ത്രിസഭയിൽ ഒരാൾ വേണം. അത് വീണ ജോർജിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പിണറായി വിജയൻ തീരുമാനിച്ചുകൊണ്ട് ഈ മട്ടന്നൂർ സീറ്റ് ഇത്ര നേരത്തെ ഇപ്പം VS സനോജിനെ അങ്ങോട്ട് വെച്ചിരിക്കുന്നത്. അത്ര അപ്രസക്തനായ VS സനോജിനെ വയ്ക്കുമ്പോൾ ഒന്നും മറക്കരുത്, ഈ കഴിഞ്ഞ ബജറ്റ് അലോക്കേഷനിൽ ഏറ്റവും കൂടുതൽ ഫണ്ട് അലോട്ട് ചെയ്ത് മട്ടന്നൂർക്ക് വേണ്ടിയിട്ടാണ്. VS സനോജിന് വേണ്ടി അത്രയും ഫണ്ട് അലോട്ട് ചെയ്യില്ല. അത് ആർക്ക് വേണ്ടിയാണെന്നുള്ള പ്രശ്നമുണ്ട്. വരുമാനം വേണ്ടിയിട്ടുള്ളത് വരുമാനം വിജയിപ്പിച്ചുകൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് അവിടെ തന്ത്രം. വരുമാനം വേപ്പൂരിന്ന് മാറണം. അതോ ഇവരെ വീണ ജോർജിനെ ഇവിടെ നിർത്തിയാൽ എന്താ കുഴപ്പമില്ല? പാർട്ടിയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ അവിടെ ജീവിക്കില്ല, മട്ടന്നൂർ ജീവിക്കില്ല. പിന്നെ വേറെ സാമുദായികമായ പ്രശ്നങ്ങളുണ്ട് അവിടെ മട്ടന്നൂർ. അവർ ഇപ്പോൾ നമ്മളോട് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് വീണ ജോർജിനെ ഫ്രീക്വൻ്റായിട്ട് ഇപ്പോൾ കണ്ണൂർ പരിപാടികളിൽ ചെല്ലുന്നുണ്ട്, കാരണം ഇവിടെ സേഫല്ല. അപ്പോൾ പിണറായി വിജയൻ മൊത്തം ഭൂരിപക്ഷം കിട്ടും. ഏറ്റവും രസകരമായ കാര്യം, ഇങ്ങനെ ഒരു കാര്യം ആസൂത്രണം ചെയ്തത് കണ്ണൂർ വെച്ചാണ്. ഇങ്ങനെ ഒരു കാര്യം നടക്കണമെങ്കിൽ അവർ പ്രീ പ്ലാൻഡ് ആയിരിക്കണം. കാരണം ഈ ആയുധം ഉപയോഗിച്ചു ആക്രമിച്ചു എന്ന് പറയുന്ന ഒരു കാര്യത്തിന് നേരത്തെ തന്നെ തയ്യാറായി. എൻ്റെ ഒരു കാര്യമുണ്ട്, വീണ ജോർജിന്റെ നഗ്ന വീഡിയോ അല്ലെങ്കിൽ ചൂടൻ കിടപ്പറങ്ങുന്ന വീഡിയോ എൻ്റെ കൈവശമില്ല എന്ന് പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തു. കാരണം എന്താ അറിയോ, എനിക്ക് അങ്ങനെ ഒരു വീഡിയോ എത്തിച്ചു തന്നിരുന്നു ആള്. ആ ആൾ എനിക്ക് എത്തിച്ചു തരുന്നു. എനിക്ക് സംശയം തോന്നി, ഞാൻ എന്ത് ചെയ്തു, ക്രൈമിന്റെ ഓഫീസിലെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ ഇട്ട് ഞാൻ പരിശോധിച്ചില്ല. ഞാൻ പരിശോധിക്കാം എന്ന് കരുതി ഏറ്റവും എൻ്റെ ഫ്രണ്ടായ ഒരാളെ, സുഹൃത്തായ ഒരാളെ ലാപ്ടോപ്പ് കൊണ്ടുവരട്ടെ, ആരും അറിയാൻ നോക്കാമെന്ന് വെച്ച് നിൽക്കുകയായിരുന്നു. ഈ സന്ദർഭത്തിൽ എനിക്കൊരു കത്ത് വരുന്നത്, നിങ്ങളുടെ കൈവശം ചൂടൻ കിടപ്പറങ്ങളുടെ വീണ ജോർജ് വീഡിയോ ഉണ്ടല്ലോ, അത് എനിക്ക് തരികയാണ്, കോടികൾ ലക്ഷങ്ങൾ തരാറായിട്ടുള്ള ഒരു കത്ത് വരികയാണ്. അപ്പം എനിക്ക് വലിയ ട്രാപ്പാണ്. ഇത് എങ്ങനെ അയാൾക്ക് മനസ്സിലായി, ഇയാൾക്ക് എവിടെ നിന്ന് വിവരം കിട്ടി? അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു വീഡിയോ ചെയ്തു. എൻ്റെ കൈവശം അങ്ങനെ ഒരു സാധനമില്ല, എന്നെ ട്രാപ്പിൽ പെടുത്താനാന്ന് കണ്ടപ്പം ഞാൻ എൻ്റെ കൈവശം അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പബ്ലിഷ് ചെയ്തത്. ആ വീഡിയോക്കെതിരെ എനിക്കെതിരെ കേസ് ആക്ട് 67 പ്രകാരം എന്നെ ആ ഉച്ചയ്ക്ക് വരുന്നു, അറസ്റ്റ് ചെയ്യുന്നു, രാത്രി വരെ കൊണ്ടുപോകുന്നു. അതൊരു നാടകമായിരുന്നു. വീണ ജോർജിനെ വെച്ചിട്ടാണ് പിണറായി വിജയൻ കളിച്ചത്. പിണറായി വിജയനെ നേരിട്ട് എന്നോട് ഇതാക്കാൻ പറ്റില്ല, കാരണം ലാവ്ലിംഗ് കേസുകളുണ്ട്. റിയാസിനോ കോഴിക്കോട് ഓഫീസ് കത്തിച്ച കേസുകളൊക്കെ ഉള്ളതുകൊണ്ട് എന്നോട് വേറെ കുഴപ്പത്തിന് നിൽക്കില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴും.
കാരണം അവരെ പേര് എപ്പോഴും എസ്റ്റാബ്ലിഷ് ആയാണല്ലോ, എന്നെ ആക്രമിച്ചതിലും എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തതിലൊക്കെ അവരെ പേര് വരുന്നുണ്ട്. ഒരു ഹൈക്കോടതി രേഖയിലൊക്കെ ഉള്ളതാണ് പിണറായി വിജയന്റെ പേര്. കോടതി രേഖയിൽ മാത്രമല്ല, ജയിലിന്റെ രേഖയിൽ കോടതിയിലുണ്ട് പിണറായി വിജയൻ എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, റിയാസിനും പങ്കുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പി ശശിക്ക് പങ്കുള്ള കാര്യം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരതിന് വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ വീണ ജോർജിനെ മുന്നിലിട്ടാക്കാൻ എന്നെ ഇതാക്കാൻ പിണറായി വിജയനാണ് അന്ന് പ്ലാൻ ചെയ്തത്, റിയാസും. ഇതേപോലെ വീണ ജോർജിനെ ഒരാളെ രക്തസാക്ഷിയാക്കിയാൽ കേരളത്തിൽ ഇപ്പൊ ഉണ്ടായിട്ടുള്ള 61% നീങ്ങിക്കിടക്കുന്ന ഇടതുപക്ഷത്തിനെതിരെയുള്ള അത് പൂർണ്ണമായും മാറും. ഒറ്റയടിക്ക് ഇത്തവണ UDF പരാജയപ്പെടും, LDF വിജയിക്കാനുള്ള തന്ത്രമാണ് വീണ ജോർജിനെ വെച്ച് കളിച്ചത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറ്റില്ല. എന്നാലും ഭാഗ്യത്തിനാണ് വീണ ജോർജ് രക്ഷപ്പെട്ടത്. ഇപ്പൊ ഇന്ന് വീണ ജോർജിന്റെ രാവിലെ തന്നെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വിവരം കേൾക്കുന്നത്. പാർട്ടി പറഞ്ഞ അവിടെ കിടക്കാനാണ്. പക്ഷേ എനിക്ക് മനസ്സിലാകാതെ പാർട്ടി 2 ആഴ്ച അവിടെ കിടന്നു കഴിയുമ്പോഴേക്കും സംഭവിക്കാൻ പോകുന്നത് ഇവർക്ക് പുറത്തൊന്നും ഒരു സത്യം പറയാൻ പറ്റില്ല. അല്ലെ നാട്ടുകാർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പുറത്തേക്ക് ഇറങ്ങി കാണുമ്പോൾ പിന്നെ രണ്ടാമതിപ്പോൾ ഒരു വാർത്ത വരുന്നത്, വീണ ജോർജ് ഇതിനു മുമ്പ് 8 മാസം മുമ്പ് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കഴുത്ത് വേദനയ്ക്ക് ട്രീറ്റ്മെൻറ്റ് നടത്തിയെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. ഇവര് വേറെ വിവാദമായിട്ട് നേരത്തെ വിദേശത്ത് പോയിട്ടുള്ള കാര്യങ്ങളുണ്ട്, ആരും അറിയാതെ. ഈ ദുബായിലും അബുദാബിയിലൊക്കെ ഇവര് സ്ഥിരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. അത് മരുന്ന് കമ്പനിയുടെ കമ്മീഷൻ, പിന്നെ സാധനം മേടിച്ചതിന്റെ കമ്മീഷൻ വാങ്ങാനായിരിക്കും അവിടെ, പിന്നെ ആരെങ്കിലും പേരിൽ നിക്ഷേപിക്കാനായിരിക്കും. അങ്ങനെ കമ്മീഷൻ മേടിച്ച് പിണറായി വിജയൻ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? അല്ല, പിണറായി വിജയൻ കൊടുത്തിട്ട് കൊണ്ട് പിണറായി വിജയൻ അറിവോട് കൂടിയാണ് അവിടെ എല്ലാം നടത്തുന്നത്. അത് കൃത്യമായി നമ്മുടെ സരിത നായരുടെ ഒരു ഇന്റർവ്യൂ, ഒരു വേറെ ലേഡിയുമായിട്ട് സംഭാഷണത്തിൽ ഞാൻ പബ്ലിഷ് ചെയ്തുള്ളതാണ്. ഈ സജീവ് എന്ന് പറയുന്ന ആള് എന്നിട്ട് പരാതി കൊടുത്തു. നോക്കുമ്പോൾ ഈ രേഖ ഉള്ള ലേഡി പറഞ്ഞു അത് സരിത നായർ കൃത്യമായി പറഞ്ഞതാണ്. അതിൽ വീണ ജോർജിന് പങ്കുണ്ട്, പിണറായിക്ക് പങ്കുണ്ട്. 1250 ഒഴിവുകൾ ഇപ്പൊ താൽക്കാലിക നിയമനം 60 ലക്ഷം വരെയൊക്കെ മേടിച്ചത്. എത്ര കോടിയാണ്? 60 ലക്ഷം എന്ന് പറഞ്ഞാൽ 10 പേരെ 6 കോടിയില്ലേ, 100 പേരെ 60 കോടിയില്ലേ. നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് ഇവിടെ നടക്കുന്ന അഴിമതി. നമ്മൾ ചിന്തിക്കുന്നൊന്നല്ല അഴിമതി. അപ്പൊ എത്രയോ വലിയ കോടികളുടെ അഴിമതി നടക്കുന്ന സ്ഥലമാണ് ആരോഗ്യ വകുപ്പ്. അപ്പൊ അത് വീണ ജോർജിനെ വെച്ചിട്ട് പിണറായി വിജയൻ നടത്താൻ പറ്റും, ശൈലജ ടീച്ചറെ വെച്ചിട്ട് അത്ര നടത്താൻ പറ്റും. ശൈലജ ടീച്ചറെ വെച്ചാൽ അതും കുഴപ്പമെന്ന് പറഞ്ഞാൽ, ശൈലജ ടീച്ചറെ വെച്ചാൽ കണ്ണൂര് നേതാക്കന്മാരുണ്ട്, അവർക്കൂടെ വില കൊടുക്കേണ്ടി വരും. വീണ ജോർജ് ആണ് ഇതിൽ ആരും അറിയാതെ ഇവിടെ ആ സഹിച്ചിട്ടാണ് അത് അദ്ദേഹം സ്വന്തം വഴിക്ക് വേറെ ഉണ്ടാക്കുന്നുണ്ട്. എന്തായാലും വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകത്തുനിന്നാണ്, കൊലപാതക ശ്രമം, വധശ്രമം. പോലീസ് FIR പറയുന്ന പോലെ വധശ്രമം തന്നെയാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് അവര് ജീവൻ രക്ഷപ്പെട്ടത് ഭാഗ്യത്തിന്. അവരെ കൊല്ലാനുള്ള നീക്കം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവര് പോലീസ് എഴുതിയ റിപ്പോർട്ടിൽ നിന്ന് കറക്റ്റാണ്. ആ കൊല്ലാനുള്ള നീക്കം ഇവിടെ വെച്ച് നടക്കാത്തത് ചിലപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിൽ വെച്ച് നടന്നിരുന്നേനെ. കാരണം ICUവിൽ വെന്റിലേറ്ററിലേക്ക് കടത്തി കഴിഞ്ഞാൽ പിന്നെ എന്ത് നടക്കുന്നു ലോകം അറിയില്ലല്ലോ. പോലും കയറാൻ പറ്റില്ല, ഒരാൾക്കും അങ്ങോട്ട് കയറാൻ പറ്റില്ല. പിണറായി വിജയനോട്ട് അവിടെ കയറി. ICUവിൽ കയറാൻ പാടില്ല എന്നാലും അവിടെ പരിവാര സമേതം ICUവിൽ കയറി. അത് ഏറ്റവും രസമുള്ള കാര്യമാണ്. മന്ത്രി ആയാലും ശരി, ഏത് കൊമ്പത്തെ രാജായാലും ICUവിൽ അങ്ങനെ ആരെയും കയറ്റില്ല. വീണ ജോർജിന്റെ പേടി പിണറായി വിജയൻ ഉണ്ടോന്നറിയാമോ? അപ്പം ഇഷ്ടംപോലെ കഥകൾ വരാനുണ്ട്. എന്തായാലും വീണ ജോർജ് കൊല്ലപ്പെടാതെ അവിടുന്ന് പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് രക്ഷപ്പെട്ടത് ഭാഗ്യമാണ്. കേസുകാരിൽ നിന്നാണെങ്കിലും DYFIക്കാരിൽ നിന്നാണെങ്കിലും കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടു. ആരിൽ നിന്നാണ്? അല്ല, അതിപ്പം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ആളെ കൊല്ല വലിയ പണിയുള്ള കാര്യമല്ല. മുമ്പ് ഞാൻ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കോവിഡ് സമയത്ത് നിരവധി രോഗികളെ ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ ഒരു മറച്ച സ്ഥലത്ത് കൊണ്ടുപോകും, കഞ്ഞി പോലുള്ള സാധനം കയറ്റും, അവരെ പാക്ക് ചെയ്യും, മരിക്കാറായ ആൾക്കാരെ കൊല്ലുകയാണ്. ഇത് റിപ്പോർട്ട് ചെയ്തതിനാണ് എനിക്കെതിരെ കേസെടുത്തത്. ഇന്ന് വരെ കുറ്റപത്രം കൊടുത്തിട്ടില്ല. അപ്പോൾ എന്തു ചെയ്യാൻ കഴിവുള്ള ആളുകൾ പരിയാരം മെഡിക്കൽ കോളേജിലുണ്ട്. വളരെ ശ്രദ്ധിക്കേണ്ട സ്ഥലമാണ്. അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവിടെ നിന്നാണ് പ്ലാൻ ചെയ്യുന്നത്. നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ MV രാഘവന്റെ കഷ്ടപ്പാടും ത്യാഗവുമാണ്. പക്ഷെ അത് ഇവർ പിടിച്ചെടുത്തു. പിടിച്ചെടുത്തിട്ട് ഇപ്പോൾ അവര് വീണ ജോർജ് ഭാഗ്യത്തിനാണ് കൊല്ലപ്പെടാതെ രക്ഷപ്പെട്ടത്. അതാണ് സത്യം. വീണ ജോർജിട്ടുള്ള 3ാം മോഹം അതും പൊലിഞ്ഞു അല്ലേ? എന്തായാലും വീണ ജോർജ് ഇനി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ആൾക്കാർ കൂവ് വിളിക്കുന്ന ഉറപ്പാണ്. അല്ല, അവർക്ക് പറയാം, പുറത്തിറങ്ങി നടക്കാം. സത്യം ജനത്തോട് പറയണം, ഞാൻ ഇങ്ങനെ പെട്ടുപോയതാണ്. അത് പറയാനുള്ള തന്റെ ഇടം ഉണ്ടെങ്കിൽ അവരിപ്പോ രക്ഷപ്പെടും. അവരോട് അല്ലെങ്കിൽ ഒരു വില്ലത്തിൽ നിന്നുള്ള റോളിൽ നിന്ന് മാറി ഹീറോയിനാവും.
അതും സംഭവിക്കാം. കാരണം വീണ ജോർജ് ഒരു അധികാരം കിട്ടണം, മന്ത്രിയാവണമെന്ന ആഗ്രഹത്തില് കുറച്ച് പൊട്ടിയിട്ടടിക്കണം ഒക്കെയാണ്. അവിടെ കയ്യിലെ ചൊറിയുടെ കാര്യം അറിയാമോ? ഈ ചൊറി വട്ടത്തിലുള്ള ചൊറിയാണ്, വട്ടച്ചൊറി. അത് ഇവിടെ വന്നപ്പോൾ പരിക്കായി. മട്ടന്നൂരിലെ പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഉള്ള ചിത്രം നമ്മളിപ്പോ കാണിക്കുന്നത്, ആ ചിത്രത്തിൽ എന്താ കാണിക്കുന്നത്? അത് ചൊറിയായിരുന്നു. അത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ പുതുതായി ഉണ്ടാകുന്ന ആക്രമണത്തിലുണ്ടായി എന്നാണ് പ്രചരിപ്പിച്ചത്. എന്തൊരു കഷ്ടമാണ് ആലോചിച്ചു. അതായത് കേരളത്തിൽ ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ ഒരു മന്ത്രി എല്ലാവരും വെറുക്കപ്പെടുന്ന രൂപത്തിൽ, അപഹസിക്കപ്പെടുന്ന രൂപത്തിൽ സ്വയം ചാടിയിരിക്കുന്നു. അതിന് കാരണക്കാരെ പിണറായിയും പിന്നെ സ്പീക്കറുമാണ് എന്നുള്ള സംശയം.